പള്ളിത്തർക്കത്തിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് യാക്കോബായ സഭയുടെ നിയുക്ത കാതോലിക്ക ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ്. പ്രശ്നപരിഹാരത്തിനായി ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ കോടതി വിധികളിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാകൂ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24 പറഞ്ഞു. പുതിയ അധ്യക്ഷനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് യാക്കോബായ സുറിയാനി സഭ. മാർച്ച് 25 ലെബനോണിൽ നടക്കുന്ന ചടങ്ങിൽ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയെ പാത്രിയർക്കീസ് ബാവ വാഴിക്കുകയാണ്. ഇപ്പോൾ 24 നിയുക്ത കാതോലിക്കയും മലങ്കര മെത്രാപ്പോലിത്തായുമായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ചേരുകയാണ്. ഒരു സുപ്രധാന ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ ചുമതലയിലേക്ക് കടക്കുമ്പോൾ മുന്നിലുള്ള വെല്ലുവിളിയായി തോന്നുന്നത് സഭാ തർക്കം തന്നെയാണോ? നിശ്ചയമായിട്ടും നൂറ്റാണ്ട് പഴക്കം എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. തീർക്കണം, ശാശ്വതമായ സമാധാനം സഭകളിൽ സ്ഥാപിക്കാൻ ഉള്ള പ്രവർത്തനത്തിന് എല്ലാ അർത്ഥത്തിലും മുൻതൂക്കം കൊടുക്കും. സഭ ഏത് കാലത്തും സമാധാന ചർച്ചകൾക്കും ശാശ്വത പരിഹാരത്തിനും വാതിൽ തുറന്നിട്ടിരുന്നു. രണ്ട് സഭകളായി സഹോദരി സഭകളെ പോലെ പരസ്പരം സഹകരിച്ചും പരസ്പരം സ്നേഹിച്ചും പരസ്പരം ആദരിച്ചും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു സാഹചര്യത്തിലേക്ക് വരാനായിട്ട് ദേവലോകം സഭാ നേതൃത്വത്തിന് കഴിയണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. കോടതി വിധികൾ അനേകം വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരു പരിഹാരമുണ്ടായിട്ടുമില്ല. സുപ്രീം കോടതി വിധി അന്തിമ വിധി എന്നൊക്കെ 2017 കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു അന്തിമ വിധിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല. കാരണം കോടതിയിൽ നമ്മൾക്ക് പറയാനുള്ളതും നമ്മൾക്ക് നിഷേധിക്കപ്പെട്ട നീതി സംബന്ധിച്ചുമൊക്കെ കോടതി ഇപ്പോഴും ബോധ്യപ്പെടുത്താനായുള്ള ശ്രമം തുടരുന്നുണ്ട്. കോടതി വ്യവഹാരങ്ങൾക്കപ്പുറം രണ്ട് നേതൃത്വങ്ങൾ തമ്മിൽ നേരിട്ടിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ? ഇനിയാണെങ്കിലും നേരിട്ടുള്ള ചർച്ചകൾക്ക് സഭ തയ്യാറാണ്. അപ്പം എത്ര ചർച്ച ചെയ്താൽ അവസാനം വന്നു നിൽക്കുന്നത് സുപ്രീം കോടതി വിധി 34 കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ നിന്നും ഒരു മാറി ചിന്തിക്കുന്നതിന് മറുവിഭാഗം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. വഴക്കും ലഹളകളും വ്യവഹാരങ്ങളും ഒക്കെ അവസാനിക്കണം. നേരിട്ടുള്ള ചർച്ചകൾക്കൊന്നും നമ്മൾ ഒരിക്കലും ഒരു തടസ്സമല്ല, അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. പാത്രിയർക്കീസ് ബാവയുടെ കാതോലിക്കയെ വാഴിക്കുവാനുള്ള തീരുമാനം അത് നീതി നിഷേധമാണ് എന്ന് പറയുന്നു. ഈ വിമർശനങ്ങളോടുള്ള സഭയുടെ നേതൃത്വത്തിന്റെ മറുപടി എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ഇവന്റ്സ് നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സഭ എന്നുള്ള നിലയിൽ പ്രതിനിധികൾ അയക്കുന്ന ഒരു രീതിയുണ്ട്. അതിനനുസരിച്ച് മാത്രമേ അതിൽ പുതുമയൊന്നും ഉള്ളതായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതികരണത്തിലും എനിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പറയുന്ന പാഴ്വാക്കുകളൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. നമ്മളതിനെയൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. ശാശ്വത പരിഹാരത്തിന് യാക്കോബായ സഭയുടെ പുതിയ നേതൃത്വം തുറന്ന വാതിൽ അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ശുഭപ്രതീക്ഷയുടെയും വാതിലും തുറന്നിടുകയാണ്. ക്യാമറമാൻ സന്തോഷിനൊപ്പം ഗീസ് പീറ്റർ, 24.